ഹലോ, എല്ലാവർക്കും മാതീസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയുകയോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുടിക്കുന്നതായിട്ടുള്ള സാധനമാണല്ലോ തേങ്ങയുടെ വെള്ളം. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് സൂപ്പറായിട്ട് നമ്മുടെ പൂച്ചെടികൾ നന്നായിട്ട് പൂത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വളം ഉണ്ടാക്കാം. ആക്ച്വലി ഇതൊരു വളം എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരി ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടോണിക് എന്ന് പറയാം കേട്ടോ. പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് പോകാം. എനിക്കിവിടെ അധികം ഫാൻസി ആയിട്ടുള്ള പൂച്ചെടികളൊന്നുമില്ല. എനിക്കുള്ളതൊക്കെ വളരെ സാധാരണമായിട്ടുള്ള ചെടികളാണ്. പക്ഷേ എനിക്ക് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ നിശാഗന്ധി, അതുപോലെ തന്നെ കല്യാണ സൗഗന്ധികം, നീലക്കൊടുവേലി, അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ ബിന്ദി തൈകൾ, അതുപോലെ വാടാമുല്ല, ഇങ്ങനത്തെ ഉള്ള കുറച്ച് എല്ലാ ആൾക്കാരുടെ വീട്ടിലും കാണുന്ന കോമൺ ആയിട്ടുള്ള പൂച്ചെടികളാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പം അത് ഇപ്പം ഞാൻ നോക്കിക്കേ എല്ലാം നന്നായിട്ട് തന്നെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ബിന്ദി തൈകൾ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇതിലും കുറവ് പൂക്കളായിരുന്നല്ലേ. ഇപ്പം നോക്കിക്കേ നിറച്ച് പുതിയ മൊട്ടുകളും അതുപോലെ തന്നെ നിറച്ച് പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് ചെണ്ടുമല്ലിയെ പോലെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ ഫെർട്ടിലൈസർ ഇതുപോലുള്ള ഒരു തേങ്ങ വളം ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വളം ഉണ്ടാക്കുന്നതിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ആ വളം നമ്മൾ ചെടിയിലോട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ തേങ്ങയുടെ വെള്ളത്തിനകത്ത് ഉള്ളത് പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പം ഞാൻ തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് നിറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ്സിന് 15 മുതൽ 20 മടങ്ങ് വരെ വെള്ളം നമുക്ക് ഉപയോഗിക്കാം ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അരി കഴുകിയ വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഉണ്ട്, ഞാനത് യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാനത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഓപ്ഷനിലാണ്. അപ്പം രണ്ടും ഒരേ അളവിന് എടുത്തതിന് ശേഷം വേണം നമ്മൾ എക്സ്ട്രാ റേഷ്യോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കാൻ. അതല്ലാതെ നമ്മുടെ അരി കഴുകിയ വെള്ളവും കൂടെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അടുത്ത വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കരുത്. രണ്ടും ഒരുമിച്ച് ഒരേ അളവിനെടുത്തിട്ട് രണ്ടിനും കൂടെ വേണം നിങ്ങൾ ഇരട്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരുന്നു പുളിച്ചതെടുക്കരുത്, അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം എടുക്കരുത്. ഇത് നാച്ചുറൽ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസും എല്ലാം ഉള്ളതാണ്. നമ്മൾ കറക്റ്റ് അളവിന് ഒഴിച്ചില്ലെങ്കിൽ ചെടികളുടെ മൂട്ടിൽ നമ്മുടെ ഉറുമ്പുകൾ വരാനും ഉറുമ്പ് വേരിനെ തിന്നാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യവും മെഗ്നീഷ്യവും അതുപോലെ തന്നെ നമ്മുടെ സോഡിയവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളിത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടാവാനും നന്നായിട്ട് വളരാനും പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1:20 എന്ന അളവിനാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ കറക്റ്റ് അളവായിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാനിത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഫെർട്ടിലൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത് ഞാൻ അരി കഴുകിയ വെള്ളമാണ്. അരി കഴുകിയ വെള്ളം ഞാൻ ഇതുപോലൊരു ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മട്ടുണ്ട് താഴെ, അത് കാണാൻ വിശ്വസിക്കുന്നു. കണ്ടോ മട്ട് കണ്ടോ, ഇത് വരാതിരിക്കാനാണ്. ഇത് സ്റ്റാർച്ച് ആയതുകൊണ്ടാണ് ഇത് ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രി അരി കഴുകിയപ്പം എടുത്ത് വെച്ചിരുന്നതാണ്. നിങ്ങളങ്ങനെ രാത്രി പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് എടുത്തപ്പോൾ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാം. അതുപോലെ തന്നെ എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിനായിരിക്കണേ. തേങ്ങ വെള്ളമാണ്. തേങ്ങ വെള്ളം ഞാൻ ഈ ഒരു അളവിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതേ അളവിനായിരിക്കും നമ്മൾ അരി കഴുകിയ വെള്ളം എടുക്കേണ്ടത്. ഞാൻ ഇതിനകത്ത് ഒഴിക്കും. നമ്മളൊരു പഴയ പാത്രത്തിലാണ് ഈ കാണുന്ന വളങ്ങളൊക്കെ ചെടിക്ക് വേണ്ടിയിട്ട് ഒഴിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അരി കഴുകിയ വെള്ളവും അതേ അളവിനെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അരി കഴുകുമ്പോൾ ചെറുതായിട്ടൊരു പൊടിയൊക്കെ കാണും. അതൊക്കെ നമുക്ക് ഒന്നീ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും കറക്റ്റ് അളവിന് തന്നെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇച്ചിരി പോയി കുഴപ്പമില്ല. അപ്പോൾ രണ്ടും ഒരേ അളവിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ അരി കഴുകിയ വെള്ളം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ലാതെ നമുക്ക് അരി കഴുകുമ്പോൾ ഉള്ള പൊടിയൊക്കെ കാണും, അത് നോക്കണ്ട. പിന്നെ ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസ്സിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന്. ഞാനൊരു ക്യാനിലോട്ട് ഒരു കുപ്പിയിൽ ഇതിന് 20 പ്രാവശ്യം ഈ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം നന്നായിട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
നന്നായിട്ട് തന്നെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് പുളിപ്പിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതാണ് ഉപയോഗിച്ച് കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മിക്കണം, നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനുള്ളത്, ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ വരും. കാരണം നാച്ചുറൽ ഷുഗറും ഗ്ലൂക്കോസൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെടികൾക്ക് ഇനി ഒഴിക്കാനുള്ളതും അളവ് ഞാൻ കാണിച്ചു തരാമേ. ഇവിടെ ചെയ്തേക്കുന്നത് നമ്മളുടെ എന്താണ് വാടാമല്ലിയാണ് കേട്ടോ. ഇപ്പം ഞാനൊരു 5 മൂട് വെച്ചാണ് ഇവിടെ കിളിപ്പിച്ചെടുത്തേക്കുന്നത്. നോക്കിയാൽ നന്നായിട്ട് ഇനിയിപ്പം ഇതൊക്കെ മുട്ടുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളേ. നമ്മുടെ ഓണ സമയമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ ഇതിലും നല്ല വലിയ സൈസിലോട്ട് വരും. അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ തേങ്ങ വെള്ളത്തിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും കിട്ടണം, പക്ഷേ വേര് തട്ടാനും പാടില്ല. ആ രീതിക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. കണ്ടോ, ഇതെല്ലാ പൂച്ചെടികൾക്കും പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ നീലക്കൊടുവേലിക്കും നമ്മുടെ കല്യാണ സൗഗന്ധികത്തിനും ഒക്കെ കാണിച്ചിട്ട് അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരവസ്ഥയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാം, നമ്മുടെ ഈ ഇലച്ചെടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. അവരിത് ഇതുപോലെ നന്നായിട്ട് വരും. പക്ഷേ നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇത് കൊടുക്കാവൂ. നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടാണ് ഇവരെല്ലാം ഇതുപോലെ വളർന്ന് നിൽക്കുന്നതെന്ന് കണ്ടോ. എന്ത് രസമാണ്. ഇതിൻ്റെ മേളിൽ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ എന്താണ് അലങ്കാര ചെടികളില്ലേ, CC പ്ലാന്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികളാണ് മേളിൽ ഞാൻ വച്ചേക്കുന്നത്. ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ചെറിയതായിട്ട് കാണിക്കുന്നത് നമ്മുടെ നീലക്കൊടുവേലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിറച്ച് മുട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, ഇതൊക്കെ നിറച്ച് മുട്ടുകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് അടുത്ത സീസണാണ് കേട്ടോ, അടുത്ത പൂവിൻ്റെ സീസൺ. ഇപ്പോൾ നിറച്ച് ഇനിയിപ്പോൾ ഇത് കാച്ച് നിൽക്കും. അപ്പോൾ ചിലതൊക്കെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, ചെറിയതാണ് കേട്ടോ, ചെറിയൊരു വൈറ്റിഷ് കളറാണ്. ഇത് വിരിയുമ്പോഴത്തേക്ക് ഇനി നീല കളർ ആയിക്കോളും. അപ്പം നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഗീവ് അവേയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മറന്നിട്ടില്ല. അപ്പം അതിന് ആരും കമൻറ്റ് ഇടണ്ട കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് മതി. അപ്പം ഇത് ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം പുതുതായിട്ട് വന്ന തളിരാണ് കേട്ടോ. നോക്കിക്കേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ ബ്രാഞ്ചസ് ആണ്. അതിൽ നിന്നാണ് കണ്ടോ ഇതുപോലെ നിറച്ച് മൊട്ടുകൾ വന്നിട്ടുള്ളത്. അതാണ് ഇപ്പം ഇങ്ങനെ ചെറിയൊരു വയലറ്റ് കളറാണ് കേട്ടോ. ഇത് വൈറ്റ് ആണെന്ന് നമുക്ക് തോന്നും, അത് ഈ ഭാഗത്താണ് നമുക്ക് വൈറ്റ് കിട്ടുന്നത്. ഇവിടെ ചെറിയൊരു വയലറ്റ് കളറാണ് ഉള്ളത്. ഇപ്പം നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇത് നമുക്ക് ബ്രാഞ്ചസ് ഒടിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എത്ര പേരുടെ കയ്യിൽ ഇതുണ്ടെന്ന് പറയണേ. അടുത്ത നമ്മളുടെ എന്താണ് ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധികമാണ് കേട്ടോ. നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ മൊട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പം ഇത് ഞാൻ ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒന്നുമല്ല നട്ടേക്കുന്നത്, നിലത്താണ് നട്ടേക്കുന്നത്. അതും എപ്പോഴും ഈർപ്പം കിട്ടുന്ന സ്ഥലത്താണ് നട്ടേക്കുന്നത് കേട്ടോ. എപ്പോഴും ഈർപ്പം വേണം, എങ്കിലേ നന്നായിട്ട് നമുക്ക് ഈ കല്യാണ സൗഗന്ധികം മൊട്ടിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നോക്കിയേ, ഇത് കിഴങ്ങാണ് കേട്ടോ. ഇതിന് നമ്മുടെ വളം ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ, ഇപ്പോൾ ഓണമൊക്കെ ആവാറായില്ലേ, അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പൂച്ചെടികളൊക്കെ നന്നായിട്ട് തന്നെ വളരും കേട്ടോ. അപ്പം അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരമാണ് കേട്ടോ അടുത്ത ക്ലിപ്പിൽ കാണിക്കുന്നത്. ഇതുപോലെ നിറച്ച് ജമന്തി പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ. പലപ്പോഴും ഞാൻ സ്റ്റോറി ഇടുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോഴും ചോദിക്കുന്നതാണ്, ഇതെങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഇത് പൂത്ത് നിൽക്കുന്നതെന്ന്. അതിനുള്ള ഉത്തരമാണ് കേട്ടോ ഈ ഒരു ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് വീണ്ടും പറയാൻ കാര്യം എന്ന് പറയുന്നത്, പലരും ജമന്തി നട്ടിട്ട് വലിപ്പം വരുന്നില്ല പൂക്കൊക്കെ എന്ന് പറയുന്നുണ്ട്. കണ്ടു, ഇത് നല്ല പൂക്കളൊക്കെ നല്ല വലിപ്പത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒടിഞ്ഞു പോകുന്ന പൂക്കളും നമ്മൾ മാറ്റണം കേട്ടോ. നമ്മൾ വളം കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, ഇതുപോലെ മാറ്റണം. ഇത് നല്ല പഴക്കം ചെന്ന പൂവാണ്. ഇതിപ്പോൾ വിത്തിൻ്റെ പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് വിത്താക്കിയിട്ട് പുതിയ തൈകൾ പാകാലോ. അപ്പം ഞാൻ ഓണം കൃഷിക്ക് അല്ലെങ്കിൽ ബിന്ദി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, അന്ന് ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് ഇപ്പം മുട്ടുകളൊക്കെ വന്ന് നിറച്ച് പൂക്കളാണ്. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ട്. അന്ന് ഞാൻ കൊടുത്ത വളമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇനി ഇപ്പം നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിത് ഒരിക്കലും വേരിൻ്റെ അടുപ്പിച്ചൊഴിക്കരുത്, വേരിന് ചുറ്റുമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതുപോലെ പ്രൂണിങ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അതിനകത്ത് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകാനും പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ പോയി നോക്കി, നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് ബിന്ദി കൃഷി ചെയ്യേണ്ടതെന്ന്.
അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്ന ഈ ഒരു പ്ലാന്റിനെ ഇതിനെ കാക്കപ്പൂ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 3 കളറുണ്ട് കേട്ടോ. ഇതിനകത്ത് എനിക്ക് നല്ല ഈ ഒരു കളറുണ്ട്, അതുപോലെ തന്നെ നല്ല കോഫി ബ്രൗൺ കളറിലെ അതുമുണ്ട്, അതുപോലെ നമ്മുടെ വെൽവെറ്റ് പിങ്കിലെ ഒരു കളറിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എത്ര പേർക്ക് കളക്ഷൻ ഉണ്ടെന്ന് കാണിക്കണം കേട്ടോ. ഇതൊരു ചെറിയ പോട്ടിലാണ് നിർത്തിയേക്കുന്നത്, വലിയ വലിപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് എല്ലാവരുടെ വീട്ടിലും കാണുമല്ലേ. അപ്പോൾ എന്തായാലും അതിലും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും നന്നായിട്ട് പൂത്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇത് നിറച്ച് മൊട്ടാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. കണ്ടോ, നല്ലൊരു പ്രത്യേക തരത്തിലുള്ളൊരു മൊട്ടിൻ്റെ രീതിക്കാണ് ഇത് നിൽക്കുന്നത്. നിറച്ച് മൊട്ടാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് വളരും കേട്ടോ. അടുത്ത് നമ്മളുടെ ഇതും ജമന്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡാലിയ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, നിറച്ച് മൊട്ട് പിടിച്ചിരിക്കുക. ഞാനിത് പ്രൂണിങ് ചെയ്തതാണ് കേട്ടോ. പ്രൂണിങ് ചെയ്ത് സാഫൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാ കണ്ടോ, ഇനി വിരിയാനുള്ള മൊട്ടുകളാണ്. അതുപോലെ തന്നെ ഞാൻ അധികം നിർത്തി വയ്ക്കത്തില്ല കേട്ടോ. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും പൂക്കളെ വെട്ടിക്കളയും. അതാണ് പൂക്കളുടെ എണ്ണം കുറവ്. ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സൈഡിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് മതി, കാരണം അധികം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെറുതെ കളയണ്ട കേട്ടോ. അപ്പോൾ ഇതാ അവർക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പൂക്കളൊന്നും പിടിച്ച് നിൽക്കത്തില്ല. പകരം നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മളിത് ചെടിക്ക് കൊടുക്കുന്ന ഒരു ടോണിക് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്താൽ മാത്രം നന്നായിട്ട് പൂ ഇടൂ? ഇല്ല. ഇത് ഒരു ഏജൻ്റാണ്. പക്ഷേ ഇത് വർക്ക് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ചെടികളിൽ ഇനി നമ്മൾ പുറമേ വളം ഇടരുത്. ഇടണമെങ്കിൽ ഇനി അടുത്ത ആഴ്ച, അതായത് 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരു വളം കൊടുക്കാനുള്ളത്. വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. ഇനി നന്നായിട്ട് തന്നെ വെള്ളം നമ്മൾ കൊടുക്കണം. അതായത് നമ്മളിത് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ സമയത്താണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ടോണിക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് അതിനുശേഷം കൊടുക്കുന്ന വെള്ളവും നന്നായിട്ട് തന്നെ ഇനി വെള്ളം കൊടുക്കണം. നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്യുന്നതിനാണ്, ഇതിൻ്റെ ഷുഗറിൻ്റെ ആ ഒരു എലമെൻറ്റ് ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം 20 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വൈകുന്നേരം ഒരു പ്രാവശ്യം കൂടെ വെള്ളം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യാനാരും മറക്കരുത്. ഓക്കെ, അടുത്തത് ഇതുപോലുള്ള പൂച്ചെടികൾക്ക് എപ്പോഴും 6 മുതൽ 8 മണിക്കൂറത്തെ വെയിൽ നിർബന്ധമായിട്ട് കിട്ടണം. എങ്കിലേ ഇവർ നന്നായിട്ട് പൂവിടത്തുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ നിൽക്കുന്ന പോട്ടി മിക്സ് നന്നായിട്ട്, അത് ഹെൽത്തി ആയിട്ടുള്ളൊരു പോട്ടി മിക്സിലാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ ഇവരിങ്ങനെ പൂത്ത് നിൽക്കത്തുള്ളൂ. അല്ല നമ്മൾ എത്ര വളം കൊടുത്താലും അവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നല്ലൊരു പോട്ടി മിക്സിൽ വേണം എപ്പോഴും ഇവരെ നട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പോട്ടി മിക്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറയണം, ഞാൻ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോട്ടി മിക്സ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതല്ലാതെ നമ്മൾ ഇതൊന്നും ഒഴിക്കാതെ ഭയങ്കരമായിട്ട് വെള്ളം കൊടുക്കരുത്, വേര് ചീഞ്ഞു പോകും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് മഴയാണ്, അതുപോലെ തന്നെ നമ്മൾ അടിയിലിടുന്ന വളങ്ങൾ ഒക്കെ ഇപ്പം പൊക്കോണ്ടേ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ വളങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രെയിനിങ് ഹോൾ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രെയിനിങ് ഹോളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രൂണിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുപോലുള്ള ചെറിയ മുട്ടുകളൊക്കെ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ അങ്ങ് മാറ്റി കളയേണ്ടതാണ്. അത് അതിൽ തന്നെ നിർത്തരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഇതുപോലെ തേങ്ങ വെള്ളം വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് പറയണം ചെടികൾക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.